ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഈ എത്യോപ്യ രാജ്ഞിയുടെ ഷംഗൻ, ആ ധനകാര്യ മന്ത്രി, താൻ തേരിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞ ആ തേരിനോട് ചേർന്ന് നടന്നോളെ. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നപ്പോൾ ഈ ധനകാര്യ മന്ത്രി വായിച്ചു കൊണ്ടിരുന്നത് ഈ യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ച് താൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പോസ് തന്നോട് ചോദിച്ചു, വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ ബ്രദറെ? അപ്പം അകത്തുനിന്ന് പറയുകയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ മനസ്സിലാകും? ഫിലിപ്പോസ് താൻ വായിച്ച ഭാഗം, കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ഭാഗം ഈ മന്ത്രിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോ, ഇത് തന്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ, ഈ മർമ്മം മറന്നേക്ക് വെളിപ്പെട്ടപ്പോ, വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ ഈ മന്ത്രി ചോദിക്കുകയാണ്, ഓ ഇവിടെ വെള്ളം, ഇനി സ്നാനപ്പെടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഹലോ, ഇതാ വെള്ളം, ഇനി ഞാൻ സ്നാനപ്പെടുന്നതിന്, സ്നാനമേൽക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഫിലിപ്പോസ് ഈ മനുഷ്യനോട് സ്നാനപ്പെടാൻ പറഞ്ഞില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുക. ആരെ കിട്ടും അടുത്ത അക്ഷരത്തേക്ക് ഒരാളെ മുക്കാൻ, ആരെ കിട്ടുമെന്ന് പാടുപെട്ട് നടക്കുമ്പോ, ഇവിടെ ഒരുത്തൻ വചനം മറനീക്കി കൊടുത്തതേ ഉള്ളൂ. അവന്റെ അകത്ത് ആത്മാവ് അവനോട് സംസാരിച്ചു, ഇതാ വെള്ളം, ഇനി സ്നാനപ്പെടാൻ എന്താണ് നിനക്ക് തടസ്സം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ആത്മതലം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ നിങ്ങൾ പറയുന്നത് പ്രവചനമായിട്ട് മാറും. നിങ്ങൾ പറയുന്നത് വചനത്തിന്റെ മർമ്മങ്ങളായിട്ട് മാറും. കേൾക്കുന്നവൻ പറയും, ഇത്ര വലിയ ജ്ഞാനം ഇത് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. ഒന്നാമത്തെ പ്രാർത്ഥന വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പറയുന്നത്? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ. അങ്ങനല്ലേ സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചേ, 16-ാം വാക്യം. 17-ാം വാക്യം വായിച്ചേ. അവന്റെ വിളിയാലുള്ള ആശ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത്. മനസ്സിലായോ? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള, പിതാവാം ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ ആ വിളിയുടെ പിറകിൽ ഒരു ആശയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ചിന്തിച്ച ഏത് പദവിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന്? നിങ്ങളെ ദൈവം വിളിച്ചപ്പോൾ നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹം ഉണ്ടെന്ന്. ആമേൻ. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ ഭാവിയെ കുറിച്ചൊക്കെ ഓരോ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ നമുക്കുണ്ട്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഈ ഭൂമിയുടെ ഒരു ചെറിയ കോണിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു മനുഷ്യരായ നമ്മളെ കുറിച്ച് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോ, എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ കരുതൽ അത് എത്ര വലുതാണെന്ന് പോലും നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? യേശുവിൻ പിതാവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർ മാത്രം കരവുയർത്തി നല്ലൊരു കാലടിയാ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ചിലർ പറഞ്ഞിട്ട്, ബ്രദറെ, അതൊന്നും അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, വൈകിട്ടത്തെ കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് സെറ്റാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഞാൻ ചിലരെ കണ്ട് കൈപൊക്കാതെ ഇങ്ങനെ നല്ല മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. അവർ ഇരിപ്പ് കണ്ടാൽ, ബ്രദറെ, അതൊന്നും അതി പറഞ്ഞിട്ട് നമുക്ക് എന്നെ എടുക്കാൻ, ഞങ്ങൾ നാളെ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നാളെ ശുശ്രൂഷിക്കാനൊന്നും പോകുന്നില്ല. അറിയത്തില്ല ബ്രദറെ, അറിയത്തില്ല സിസ്റ്ററെ, ചിലപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങളെ ആയിരിക്കും ദൈവം നാളെ കയറ്റി നിർത്തുന്നത്. ഹല്ലേലൂയ. 2007 ഒരു തകർന്ന മനുഷ്യനായിട്ട് എഴുന്നേറ്റ് വന്ന് ഏതെങ്കിലും ദേവദാസൻ എന്റെ തലയിൽ കൈവച്ച് എന്റെ ബുദ്ധിമുട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് എന്റെ അടുക്കൽ ഞാൻ കേട്ട ദൂത് എന്താണെന്നറിയാമോ? നിന്നെ രാജ്യങ്ങളിലേക്ക് ഞാൻ അയക്കും, അനേകരുടെ മുമ്പിൽ നിന്നെ ഞാൻ നിർത്തും, നിന്നെ വേദിയിൽ നിർത്തി അനേകരുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ന് മനസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, എന്റെ പ്രശ്നത്തിന് തൽക്കാലം ഒരു പരിഹാരം തന്നാൽ മതി, മറ്റേതൊന്നും നടന്നില്ലേലും പ്രശ്നമില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ദൈവം അത് നടത്തുക തന്നെ ചെയ്യും. അതിന് തെളിവായി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്
നിങ്ങൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഒന്ന്, അതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങളെ കുറിച്ച് വിളിച്ച ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ ഒരു പദ്ധതിയുണ്ട്, വലിയ ഒരു ആഗ്രഹമുണ്ട്. ആമേൻ. പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയാതെ നമ്മൾ നമ്മുടേതായ പ്ലാനുകൾ തയ്യാറാക്കി നമ്മുടേതായ സ്ട്രാറ്റജികൾ സെറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന തലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം, തീരുമാനിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി വേണോ അതോ നിങ്ങളുടെ സ്ട്രാറ്റജി വേണോ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ? എന്താ വേണം? നിങ്ങൾ ഡിസൈഡ് ചെയ്തോ. പദ്ധതി വേണോ നിങ്ങളുടെ സ്ട്രാറ്റജി വേണോ? എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദ്ധതി കിടപ്പുണ്ട്. വചനം പറയാം, റോമാലേഖനം ഇങ്ങനെ പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. എന്താണ്? മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അവരെ വിളിയാനുള്ള ആശയം എന്താണെന്ന് പറയാൻ പോവുകയാണ്. അവൻ നമ്മെ മുന്നറിഞ്ഞതാണ്. പൗലോസ് പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ. അതും കഴിഞ്ഞ് വെളിപ്പാടിന്റെ അടുത്തൊരു തലം വെളിപ്പെട്ടപ്പോ താൻ ഇങ്ങനെ പറയാ, അവിടെയല്ല ബ്രദറെ, അതിനും പുറകിലുണ്ട്. ലോകസ്ഥാപനത്തിന് അടിസ്ഥാനമിടുന്നതിന് മുൻപേ അവൻ ക്രിസ്തുയേശുവിൽ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി, പലപ്പോഴും ഈ ഭൂമിക്ക് വേണ്ടി പല പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ജനത്തോട് ഞാനൊരു ദൂത് വിളിച്ച് പറയുകയാണ്, ഈ ഭൂമി ഇന്ന് നിൽക്കുന്നെങ്കിൽ ഇത് ഉണ്ടാകുന്നതിന് മുൻപേ അവൻ യേശു ക്രിസ്തുവിൽ നിന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കാണുന്ന അല്പം ചില വസ്തുക്കൾക്ക് പിന്നാലെയുള്ള ഓട്ടമല്ല നിന്റെ ജീവിതം. ഈ ഭൂമിയേക്കാൾ വിലയേറിയതാണ് ദൈവത്തിന്റെ കണ്ണിൽ ഞാനും നീയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു. അവന്റെ മുന്നറിവ് എവിടെയാണ്? ലോകസ്ഥാപനത്തിന് അടിസ്ഥാനമിടുന്നതിന് മുൻപേ, ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന്, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപേ അവൻ ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. സന്തോഷമുള്ളവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചങ്ങനാശ്ശേരി ചർച്ചില് ഒരു കുടുംബം വന്നവർ ചേർത്തലയിൽ നിന്ന് വന്നതാണ്. ഞാൻ ആ കുടുംബം മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോ, ആ മൂത്ത മകളെ മുൻപോട്ട് കൊണ്ടുവന്നപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇവളുടെ ഇടത്തെ കാല് സംബന്ധിച്ച് ഒരു ബലഹീനത നിൽക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം ആ കുഞ്ഞിനോട് പറഞ്ഞപ്പോ പെട്ടെന്ന് അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നിട്ട് പറയുകയാണ്, ബ്രദറെ, കറക്റ്റായ കാര്യമാണ്. എന്താ സംഭവിച്ചറിയാവോ? ഇവൾ യൂട്രസിനകത്ത് കിടക്കുമ്പോ, ഗർഭപാത്രത്തിനകത്ത് കിടക്കുമ്പോ ഇവളുടെ കാല് പിണഞ്ഞു കിടന്നിട്ട് അന്നുണ്ടായ ഒരു ബലഹീനത ഇന്നും ആ കുഞ്ഞിനെ അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, അകത്ത് സംഭവിച്ച കാര്യം വരെ പരിശുദ്ധാത്മാവിന്റെ കൺമുൻപിൽ മറവായിരിക്കുന്നില്ല. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. ഹല്ലേലൂയ. ബിഫോർ ദാറ്റ് ടൈം, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അവന്റെ മുന്നറിവാണത്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു. നാം എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. അടുത്തത്, വിളിക്കപ്പെട്ടവരെ എന്ത് ചെയ്യുന്നറിയാമോ? വിളിക്കപ്പെട്ടവരെ നീതീകരിച്ചു. ഹല്ലേലൂയ. അതാ പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ഏറ്റവും വലിയ പാട്. നമ്മുടെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ തടസ്സം അതാണ്. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. നീതീകരിക്കപ്പെട്ടവരാണ് നാം എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നീതീകരിക്കപ്പെട്ടവരാണെന്ന് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ പ്രവർത്തികൾ കാരണമല്ല, യേശു ക്രിസ്തുവിന്റെ അനുസരണം നമ്മുടെ നീതിക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. അവൻ പറയുന്നു, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവന്റെ അനുസരണം നമ്മുടെ നീതീകരണത്തിന് കാരണമായി തീർന്നു. പലപ്പോഴും നാം നമ്മുടെ പ്രവൃത്തിയിൽ നീതീകരണം അന്വേഷിക്കുന്നവരാണ്. നമ്മുടെ പ്രവൃത്തിയിൽ നീതീകരണത്തിന്റെ പിന്നാലെ അന്വേഷിച്ച് പോകുന്നവരാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, ക്രിസ്തുവിന്റെ അനുസരണം നമ്മെ നീതീകരിച്ചു. ഹല്ലേലൂയ. നീതീകരിച്ചത് എന്തിനാണെന്നറിയാമോ? ഇനി അതിന് വേറൊരു പദ്ധതിയുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. എന്തിനാ നീതീകരിച്ചത്? തേജസ്കരിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ.
അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കുവാനുള്ള ഒന്നല്ല തേജസ്കരണം. ക്രിസ്തുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ, ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ മിഷനിൽ, ദൗത്യത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ് സകല മാനവ ജാതികളുടെയും തേജസ്കരണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. പക്ഷേ നീതീകരണ ബോധമില്ലാതെ എങ്ങനെ തേജസ്കരണത്തിലേക്ക് നമുക്ക് നടത്തപ്പെടാൻ പറ്റും? നീതീകരിക്കപ്പെട്ടു എന്ന തിരിച്ചറിവില്ലാതെ എങ്ങനെ നമുക്ക് തേജസ്കരണത്തിലേക്ക് പോകാൻ പറ്റും? നിങ്ങൾ നോക്കിക്കേ, ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട് കുറ്റാരോപിതനായ ഒരു വ്യക്തി ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് നാട്ടുകാർ മുഴുവൻ അവൻ കുറ്റക്കാരനെന്നാണ് അവനെ പറയുന്നത്. കോടതി അവൻ നിരപരാധി എന്ന് വിധി പറഞ്ഞ് പുറത്തു വരുന്നത് വരെ അവൻ ലോകത്തിന്റെ മുൻപിൽ ആരാണ്? കുറ്റക്കാരനാണ്. പക്ഷേ അവൻ അവിടുന്ന് ജാമ്യം കിട്ടി ഇറങ്ങി വീട്ടിൽ വന്നാലും അവനെ കുറ്റക്കാരൻ എന്ന കണ്ണിലാണ് ജനങ്ങൾ മുഴുവൻ കാണുന്നത്. പക്ഷേ കോടതി വിധിക്കുകയാണ്, വിസ്താരവേളയിൽ അത് കഴിഞ്ഞിട്ട് വിധി പറയുമ്പോൾ ഇവൻ കുറ്റാരോപിതനായിരിക്കുന്ന ഈ വ്യക്തി കുറ്റക്കാരനല്ല, ഇവൻ നിരപരാധിയാണ് എന്ന് വിധിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവനെ കുറ്റവാളി എന്ന കണ്ണുകൊണ്ട് കണ്ടവർ മാറും. അവർ അവന്റെ മുമ്പിൽ ഒരു മാന്യത അവന് കൊടുക്കും. ആമേൻ. ആരും ഒരു ആമേൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. അതുവരെ അവനെ കുറ്റക്കാരനെന്ന് പറഞ്ഞ് മുഖം തിരിച്ചു പോകുന്നവർ കോടതി ഇവൻ നിരപരാധി എന്ന് വിധിച്ച് ഇവൻ നിരപരാധിയായി പുറത്തിറങ്ങിയാൽ ഇവന് സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു മാന്യതയുണ്ട്. അപ്പോഴേ അവൻ മാന്യനാകത്തുള്ളൂ. ജാമ്യം കിട്ടി ഇറങ്ങിയാലൊന്നും മാന്യനാകത്തില്ല. ഇന്ന് സ്നാനപ്പെട്ടവർ പലരും ജാമ്യം കിട്ടിയ അവസ്ഥയിലാണ്. രക്ഷാവാചകം ഏറ്റിയല്ലേ, സ്നാനപ്പെട്ടു, ജാമ്യം കിട്ടിയിട്ടുണ്ട് ബ്രദറെ, പക്ഷേ ഞാൻ നീതീകരിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഇന്നും വിശ്വാസമില്ല. ഹല്ലേലൂയ. ഇന്ന് നീ നീതീകരിക്കപ്പെട്ടു എന്ന് ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശാപത്തിന്റെ മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ നിന്നുടെ ഉടഞ്ഞു മാറും. നിന്റെ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ നിന്നുടെ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നു നിങ്ങളെ അവൻ നീതീകരിച്ചു. എന്തിനു വേണ്ടി? തേജസ്കരണത്തിന് വേണ്ടി, തേജസ്കരിക്കാൻ വേണ്ടി അവൻ നിങ്ങളെ നീതീകരിച്ചു. ഹല്ലേലൂയ. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ എന്ത് ചെയ്തു? നീതീകരിച്ചു. എന്തിനു വേണ്ടിയാണ് നീതീകരിച്ചത്? നിങ്ങളെ തേജസ്കരിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. തേജസ്കരണത്തിന്റെ അനുഭവം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഞാനിങ്ങനെ പറയാം, അത് വേറൊരു തലമാണ്. അത് കാണണമെങ്കിൽ മറുരൂപ മലയിലേക്കൊന്ന് നോക്കണം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 ശിഷ്യന്മാരുമൊത്ത് യേശു മലയിലേക്ക് കയറിപ്പോയി. അവിടെ യേശുവിനോട് ഏലിയാവും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ട യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അവരുടെ വസ്ത്രം വെണ്മയായി തീർന്നു. ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ സാധിക്കാത്തതുപോലെ അവരുടെ വസ്ത്രം വെണ്മയായി തീർന്നു. അതാണ് തേജസ്കരണം. ഇത് കണ്ടപ്പോ പത്രോസിന് ഒരു സന്തോഷം. പുള്ളി പറയാം, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. 3 കുടിലുണ്ടാക്കാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് യേശുവിന്. ഞങ്ങളിവിടെ പര്യമ്പർത്താണെങ്കിൽ ഇവിടെ കിടന്നോളാം. ആ സന്തോഷം നിങ്ങൾ കാണണേ. ഈ തേജസ് വെളിപ്പെടുന്നതിന്റെ അയൽപക്കത്ത് വേണേലും കിടന്നോളാം. ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരും രാമൻ പറഞ്ഞില്ല. തേജസ് വെളിപ്പെട്ടെടുത്ത് തേജസ്കർമ്മം നടന്നെടുത്ത് പറയുകയാണ്, ഈ തേജസ്കർമ്മം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇത് കണ്ടോണ്ട് ഇതിന്റെ അടുത്ത പര്യമ്പർത്ത് ഞങ്ങൾ കിടന്നോളാം. എന്നാൽ ഇവിടെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. ഹല്ലേലൂയ. ഇത് പറയണമെങ്കിൽ തേജസ്കരണം പ്രാപിച്ച ആ ഒരു അനുഭവം എന്റെ കർത്താവിന്റെ ദാസനെ എന്തുമാത്രം നല്ല സന്തോഷത്തിന്റെ ഒരു അനുഭവമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പത്രോസ് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കാരണം ഇത് അത്ര മനോഹരമായ അന്തരീക്ഷ. നിങ്ങളെ ദൈവം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ തേജസ്കരണം പ്രാപിക്കാനാ. ഹല്ലേലൂയ. ഇവിടെ വന്ന് വിഷമിച്ച് ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ഇല്ലായ്മയും പറഞ്ഞ് രോഗത്തിൽ ഒടിച്ചു കുത്തി ഭാരപ്പെട്ട, അയ്യോ ബ്രദറെ വൈകിട്ടത്തെ കാര്യം ബുദ്ധിമുട്ടില്ല, നാളെ കടക്കാരൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റന്നാൾ ബാങ്കിൽ നിന്ന് ജപ്തി. നോ 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 നോ. ഒരു ബാങ്കിൽ നിന്നെ ജപ്തി ചെയ്തിട്ടില്ല, ഒരു കടക്കാരൻ നിന്റെ മുമ്പിൽ വരുത്തില്ല. കാരണം നിന്നെ ഒരു തേജസ്കർമ്മത്തിന്റെ അനുഭവത്തിൽ ദൈവം വിളിച്ചു നിർത്തിയിരിക്കുക. നിന്റെ ശാപമണ്ഡലങ്ങൾ ഉടഞ്ഞു മാറുന്ന ദിവസമായത്, നിന്റെ രോഗശക്തികൾ അഴിഞ്ഞു മാറുന്ന ദിവസമാണിത്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് നിന്റെ മേൽ വാഴ്ച നടത്തിയത് വില പറഞ്ഞു പോകുന്ന ദിവസമാണ്. അതിന് ഭയ പറഞ്ഞു പോകുന്ന ദിവസമാണ്.
നീതീകരിച്ചവരെ തേജസ്കരിച്ചു. ഹല്ലേലൂയ. 10ാം ക്ലാസ് പാസ്സായെങ്കിലേ +1 അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രീ ഡിഗ്രി കോളേജിലേക്കാണ് പോയത്. ഇന്ന് +2 കഴിഞ്ഞെങ്കിലേ കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പം നീതീകരിക്കപ്പെട്ടു എന്നുള്ള ബോധം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, റോമാലേഖനം 5:1 ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു വചനാണത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. നമ്മൾ കാരണമല്ല, ഇതിന്റെ ഇടയ്ക്ക് വേറൊരാളുണ്ട്, അവന്റെ പേരാ യേശു. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എന്ന് വെച്ചാൽ സമാധാനം എന്ന വാക്ക് നിരപ്പാണ്. ദൈവത്തോട് നിരപ്പുണ്ട്, ദൈവത്തോട് നിരന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നീതീകരണത്തിന് അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ അനീതിയിലേക്ക് പോകുവാൻ കാരണമായി തീർന്ന ആദമിന്റെ പ്രവൃത്തിയിൽ നിന്നും നമ്മളെ മാറ്റി റെസ്റ്റോർ ചെയ്തൊരു മണ്ഡലമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുമൂലം ദൈവത്തോട് ആദം തെറ്റ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ ദൈവവുമായി സഹകരിച്ചിരുന്നത് അല്ലെങ്കിൽ സഹവസിച്ചിരുന്നത്, അതേ ഒരു നിലയിലേക്ക് നമ്മളെ ദൈവം ഉയർത്തി നിർത്തി. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആദം തെറ്റ് ചെയ്ത് വീണ് പോകുന്നതിന് മുൻപ് ദൈവവുമായി എങ്ങനെയാണോ യോജിച്ച് മുൻപോട്ട് പോയിരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക്, അതാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ട്, സമാധാനമുണ്ട്. ആമേൻ. കാരണം ദൈവം നീതിമാനാണ്, ഞാനും പറഞ്ഞാട്ട് പുഴുവാണല്ലേ, ഏഴയാണ്, അടിമയാണ്, കൃമിയാണ്, പഴഞ്ചാക്കാണ്. ഞാൻ പറയാറുണ്ട്, പഴഞ്ചാക്കൊക്കെ കീറി പോകത്തേ ഉള്ളൂ. ഇന്നൊക്കെ പഴഞ്ചാക്കാണെ കൂടെയാണെന്നുള്ള പരിപാടിയൊക്കെ നിർത്തിക്കണം. ചുമ്മാതല്ല പലതും കീറി ഇവിടെ ഇരിക്കുന്നത്. കാരണം ഈ അവിടെ ദൈവത്തിന്റെ സന്നിധിയാണ്. കർത്താവേ, ഏഴേം കൂഴയും ഭാവിയും എന്താ ചവിട്ടുമത്തെയും ചാമ്പലും കുപ്പിച്ചില്ലും പഴഞ്ചാക്കുമായ ഞാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദൈവസന്നിധി വന്നിരിക്കുന്നത്. നമ്മുടെ അനുഭവം പഴഞ്ചാക്കൊക്കെ വേഗം കീറും അല്ലേ, അതുകൊണ്ട് പലരും കീറിയതുപോലെ ഇരിക്കുന്നത്. ഈ കീറിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ചിന്താഗതി മാറണം. ആമേൻ. ഹല്ലേലൂയ. അതിന് ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് ചലിച്ചു തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നിരപ്പ് വന്നിരിക്കുന്നു. ഒന്നാമത് നീതീകരണ ബോധം നമ്മുടെ അകത്ത് വരണം. നമ്മുടെ പ്രവൃത്തിയാലല്ല, യേശുവിന്റെ പ്രവൃത്തിയാൽ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നമ്മുടെ തേജസ്കരണത്തിന് തടസ്സമായിരിക്കുന്നത് എന്താണ്? നമ്മുടെ നീതി ബോധമില്ലായ്മയാണ് നമ്മുടെ തേജസ്കരണത്തിന് തടസ്സമായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾക്ക് നീതി ബോധമില്ലാത്തതാണ് നമ്മുടെ തേജസ്കരണത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ നീതി ബോധത്തിലേക്ക് വന്നാൽ നീതീകരിച്ചവരെ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തേജസ്കരിച്ചുമിരിക്കുന്നു. നീതീകരണ ബോധം അകത്ത് പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ നീതീകരിക്കപ്പെട്ട ഇതൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയാം, ബ്രദറെ ഇന്നലെ എന്റെ വായിൽ നിന്നൊരു തെറ്റ് വന്നു, എന്ന് പ്രാർത്ഥിക്കണേ, അതിനു വേണ്ടി കർത്താവ് ക്ഷമിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. നീതീകരണ ബോധം നേരെ ചൊവ്വേ വരാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അതിനുമപ്പുറം നിങ്ങളെ കുറ്റം വിധിക്കുന്നത്, യേശു കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ ന്യായം വിധിപ്പാൻ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ നിങ്ങളെ ന്യായം വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ ന്യായം വിധിക്കുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ എന്ന് പറഞ്ഞാൽ, മോശ മൂലം അയക്കപ്പെട്ട ന്യായപ്രമാണമാണ് ജനത്തെ കുറ്റം വിധിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ കുറ്റം വിധിക്കുന്നതല്ല, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ വീണ്ടെടുക്കുന്നതാണ്, നിങ്ങളെ രക്ഷിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തിലേക്ക് വീണ്ടും വരാം. അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉള്ള ആഗ്രഹം, നമ്മളെ വിളിച്ചതിലൂടെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അടുത്തത്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരാണ്? വിശുദ്ധന്മാരാണ് അല്ലെ? വിശുദ്ധന്മാരിൽ അവന്റെ ഒരു അവകാശമുണ്ട്. ആരുടെ അവകാശം? പിതാവാം ദൈവത്തിന്റെ ഒരു അവകാശമുണ്ട്. ഹല്ലേലൂയ. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചു. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അപ്പൊ നീതീകരിക്കപ്പെട്ട നമ്മൾ ആരാണ്?
വിശുദ്ധന്മാരാണ്. പറഞ്ഞാ അടുത്തിരിക്കുന്ന ആളെ വിശുദ്ധം ഒന്ന് വിളിച്ചേ. വിശുദ്ധം ഒന്ന് വിളിച്ചേ. പേര് വിളിക്കുന്ന പോലെ അല്ലേ? നമ്മള് പേര് വിളിക്കാറില്ലേ? സാമേ അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ എന്നൊക്കെ വിളിക്കുന്നത് പോലെ വിശുദ്ധം എന്ന് ധൈര്യമായിട്ട് വിളിച്ചോ. കാരണം നിങ്ങളെ വിശുദ്ധ പദവിയിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അപ്പൊ വിശുദ്ധന്മാരിൽ നമ്മളിൽ എന്തുണ്ട്? ദൈവത്തിനൊരു അവകാശമുണ്ട്. ആ അവകാശം മഹത്വമുള്ള ഒരു ധനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ ദൈവത്തിനൊരു അവകാശമുണ്ട്. ആ അവകാശം എന്ന് പറയുന്നത് മഹത്വമുള്ള ഒരു ധനമാണ്. വായിക്കാം, അതേ അധ്യായം 14 വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ. 1-ാം അധ്യായം 14 വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഒരു അവകാശം ഉണ്ടായിരുന്നു. എന്താണ്? കർത്താവിന്റെ ഒരു വാഗ്ദത്തമാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നമുക്ക് അവകാശമാകേണ്ടതാണ്. നമ്മുടെ അവകാശമാണ്. വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ അവകാശമാണ്. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞാണ്ട് വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞാണ്ട്. ആമേൻ. നിങ്ങൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടവരാണ്. ഈ ദിവസങ്ങളിൽ അത് പ്രാപിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ അവകാശങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ട വാഗ്ദത്തം, ജനം കേട്ട വാഗ്ദത്തം എന്താ? പരിശുദ്ധാത്മാവിനെ തരും. ഇത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ അവകാശമായ ഈ പരിശുദ്ധാത്മാവിനെ അവൻ എന്ത് ചെയ്തു? നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അച്ചാരമായി നൽകി. അഡ്വാൻസ് ആയിട്ട്. അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് എന്താ നൽകിയത്? നമുക്ക് നൽകിയത് എന്താണ്? ഹലോ, ആരും മിണ്ടുന്നില്ല. പരിശുദ്ധാത്മാവ്. പറഞ്ഞാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന അച്ചാരം, അഡ്വാൻസ് എന്താണ്? പരിശുദ്ധാത്മാവാണ്. ആ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ച 14-ാം വാക്യമല്ല, താഴെ നമ്മൾ വായിച്ച വാക്യം 19-ാം വാക്യം. ക്ഷമിക്കണം. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അപ്പൊ നമ്മുടെ അകത്ത് അച്ചാരമായി തന്നിരിക്കുന്ന, അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന് നമ്മുടെ മേലുള്ള അവകാശമായ മഹത്വമുള്ള ധനം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയട്ടെ. വാഗ്ദത്തത്തിൽ തന്റെ സ്വന്തം ജനത്തിന്റെ 14-ാം വാക്യം, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മനസ്സിലായോ? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളോടുള്ള വാഗ്ദത്തമുണ്ട്. ആത്മാവ് വരുന്ന വാഗ്ദത്തമുണ്ട്. അപ്പൊ അതിന്റെ അഡ്വാൻസ് ആയിട്ട് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അഡ്വാൻസ് ആയിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. എന്നിട്ട് താഴെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും അകത്ത് ദൈവം തന്നിരിക്കുന്ന അവന്റെ മഹത്വമുള്ള ധനം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന മഹത്വമുള്ള ധനം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, മഹത്വമുള്ള ധനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആത്മാവ് അകത്തുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ വെറുതെ കയറി വന്നതല്ല. ആത്മാവ് നിങ്ങളെ നയിച്ചിട്ട് അകത്തേക്ക് കയറി വന്നതാ. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കൈയടിക്കുന്ന കേട്ട് ചുമ്മാ നിങ്ങൾ കയറി വന്നതല്ല. ആത്മാവ് പറഞ്ഞു, മോനെ പോയി അകത്തിരിക്കുക, ഇന്ന് ചിലത് ഞാൻ നിനക്ക് മറന്നേക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നീ ഇവിടെ അകത്ത് കയറി വന്നതാണ്. ഹല്ലേലൂയ. സവിസ്മൃതം കൊണ്ട് വന്നാട്ടെ. എന്ത് പറ്റിയതാ? ഉദരത്തില് ഉണ്ടോ? ചെക്കപ്പ് ചെയ്ത് നോക്കിയോ? ഇല്ല, ഇല്ല. പിന്നെ വിളിച്ചിട്ട് എന്താ മുമ്പോട്ട് വരാൻ? ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞില്ല, എനിക്കറിയാം അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ്, അത് ഭോഷ്കിന്റെ ആത്മാവല്ല, സത്യത്തിന്റെ ആത്മാവ്. അവൻ നമ്മളോട് കള്ളം പറയത്തില്ല, നമ്മളെ ലജ്ജിക്കാൻ അവൻ അനുവദിക്കത്തില്ല.
എനിക്കറിയാം ഉറപ്പായിട്ട്. ഞാനതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് ലജ്ജിക്കാതെ മുമ്പോട്ട് പോരാ. അപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത് കൂട്ടുകാരനെ ഇങ്ങനെ വിളിക്കണം പറഞ്ഞത്. കൂട്ടുകാരനെ വിളിച്ചപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത് ഈ കൂട്ടുകാരൻ്റെ ആണ് പ്രശ്നമെന്ന്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 4 ആഴ്ചയായി ഇതുകൊണ്ട് നടക്കുക. ഓക്കെ, കർത്താവ് സൗഖ്യമാക്കാൻ പോവാണ്. കർത്താവ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൂർണ്ണമായും ഒരു സൗഖ്യം നടക്കുക തന്നെ ചെയ്യും. പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവന് മേൽ ഇറങ്ങണം. Right now, receive your healing. Receive your healing. സൗഖ്യത്തെ സ്വീകരിക്കുക, സൗഖ്യത്തെ സ്വീകരിക്കുക, സൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ we release the power of God. Release the power of God. Release the power of God. യേശുവിൻ നാമത്തിൽ ദൈവശക്തി അവന് മേൽ ഇറങ്ങും. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ വെളിപ്പെടുന്നു. പൂർണ്ണമായ സൗഖ്യം. Yes, right now. വളരെ കഴിഞ്ഞു എഴുന്നേറ്റു. ഇവിടെ ഇരിക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നോ? അസ്വസ്ഥത എന്താണ്? ഇപ്പോഴുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, തമിഴ്നാട്ടിലായിരുന്നു നിങ്ങൾ. അവിടെ ഇരിക്കുമ്പോഴെല്ലാം ഈ ബുദ്ധിമുട്ട് പറയും. എന്നിട്ടാണ് വിളിച്ചിട്ട് വരാതെ അവിടെ ഒതുങ്ങിയിരുന്നത്. ഹല്ലേലൂയ. പക്ഷേ കർത്താവിനറിയാം. കർത്താവ് എവിടെ ഇരുന്നാൽ ഈ സക്കായി യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ മരത്തിന്റെ മേളിൽ കയറി പാത്തിരുന്നത്. യേശു സക്കായിയെ പിടിക്കുന്നു സക്കായി ചിന്തിച്ചില്ല. പക്ഷേ യേശു കൃത്യമായിട്ട് അതിന്റെ താഴെ വന്ന് പേരെടുത്ത് വിളിച്ച ആളിനെ കൊണ്ടുവന്നു. പറഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളെ ദൈവത്തിന് സൗഖ്യമാക്കാൻ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻ അല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വിളിയിൽ എന്നെയും നിങ്ങളെയും കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ എത്ര ഒതുങ്ങിയിരുന്നാലും ദൈവം പുറത്തുനിന്ന് നിങ്ങളെ സൗഖ്യമാക്കും. ആമേൻ. നോക്കിയേ, വല്ല പ്രശ്നമുണ്ടോ നോക്കിയേ. ഉണ്ടെങ്കിൽ നമ്മൾ പണി നിർത്തരുത്. ഹല്ലേലൂയ. ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ശനിയാഴ്ചയും തൃശ്ശൂർ ചെമ്പൂക്കാവിലുള്ള ജവഹർ ബാലഭവനിൽ വെച്ച് എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നിങ്ങൾ ഓർക്കണമേ, രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അവിടെ കൂട്ടിക്കൊണ്ടുവരണം. കർത്താവിന് വലിയ വിടുതൽ, വലിയ സൗഖ്യം അവരുടെ മേൽ കർത്താവ് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെ കാണുവാൻ യേശു ഞങ്ങളെ സഹായിച്ചു. അനേകർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങളുടെ ജീവിത വിഷയത്തിലും കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. നിങ്ങളവിടെ കടന്നു വരിക. അപ്പോൾ തന്നെ എല്ലാ ഞായറാഴ്ചയും ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസിന് എതിർവശമുള്ള എലൈറ്റ് ഹോട്ടലിൻ്റെ മുകളിലുള്ള മുനിസിപ്പൽ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നമ്മുടെ മീറ്റിങ്ങുകൾ, വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു. അവിടെയും നിങ്ങൾ കടന്നു വരുവാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ബ്ലസ് യു ഇൻ ജീസസ് നെയിം.